ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലം ബാങ്കുകൾ ഈടാക്കിയ പിഴ തുകയെപ്പറ്റി ഈ ഇടയ്ക്കൊന്നൊരു വാർത്ത നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. സർക്കാർ രാജ്യസഭയിൽ പറഞ്ഞതനുസരിച്ച് 2023 സാമ്പത്തിക വർഷത്തിനും 2026 സാമ്പത്തിക വർഷത്തിനും ഇടയിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലം പെനാൽറ്റി ചാർജായിട്ട് മൊത്തം കളക്ട് ചെയ്തത് 26,170 കോടി രൂപയാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ മാത്രം കളക്ട് ചെയ്തത് 7,086 കോടി രൂപയാണ്. അതിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് 4,948 കോടി രൂപയാണ് കളക്ട് ചെയ്തതെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്ക് കളക്ട് ചെയ്തത് 2,137 കോടി രൂപയാണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പിഴത്തുക കളക്ട് ചെയ്തിരിക്കുന്നത് HDFC ബാങ്കാണ്. HDFC ബാങ്ക് കളക്ട് ചെയ്തത് 1,798 കോടി രൂപയാണ്. ആക്സിസ് ബാങ്ക് 1,081 കോടി രൂപ കളക്ട് ചെയ്തുകൊണ്ട് രണ്ടാം സ്ഥാനത്തുമുണ്ട്. ബാങ്കുകൾ ഒരിക്കലും ഇല്ലീഗലായിട്ടല്ല ഈ ഒരു മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തത് കൊണ്ട് പെനാൽറ്റി ചാർജും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നത്. RBI ഫ്രെയിം വർക്കിലാണ് ബാങ്കുകളും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് അനുസരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ബ്രേക്ക് ആകുമ്പോഴാണ് അവർ ഈ ഒരു പെനാൽറ്റി ചാർജ് കളക്ട് ചെയ്യുന്നത്. എല്ലാ ബാങ്കിനും പല കാറ്റഗറി സേവിങ്സ് അക്കൗണ്ടുകൾ ഉണ്ടാകും. അതിനകത്ത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ട വേരിയന്റ് അക്കൗണ്ട് എടുത്തിട്ട് അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ എത്ര രൂപ പെനാൽറ്റി തുകയായിട്ട് ഈടാക്കും എന്നൊക്കെ അവർ വിശദമായിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. സോ ആസ് എ കസ്റ്റമർ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു എടുക്കുന്ന അക്കൗണ്ടിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിനകത്ത് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട ഒരു വേരിയന്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തേ പറ്റൂ. അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് പെനാൽറ്റി ചാർജ് ഈടാക്കും. ഒരു കാര്യം ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു ബാങ്കും ജനസേവനത്തിനായിട്ടല്ല വർക്ക് ചെയ്യുന്നത്. പ്യുവർലി ബിസിനസ് ആണ് ബാങ്കുകൾ ചെയ്യുന്നത്. ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഒരു വരുമാന മാർഗ്ഗമാണ് ഈ പറഞ്ഞ പെനാൽറ്റി ചാർജും കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും അവർ പെനാൽറ്റി ചാർജ് ഈടാക്കും. ആസ് എ കസ്റ്റമർ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ് നമ്മൾ ബാങ്കിന് ഈ ഒരു പെനാൽറ്റി ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു അക്കൗണ്ടിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക, ആ ഒരു ചാർജ് കൊടുക്കാതിരിക്കാനുള്ള എല്ലാ വഴിയും നമ്മൾ നോക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് വേണം, പോയിട്ട് ഏതെങ്കിലും ഒരു വേരിയൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, അതിനകത്ത് എത്ര രൂപയാണ് കീപ്പ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ഫണ്ട് ഇടും, പൈസ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ചാർജ് ഉള്ളതായിട്ട് പല കസ്റ്റമർ മനസ്സിലാക്കുന്നത്. സോ അവിടെ ആരുടേതാണ് മിസ്റ്റേക്ക്? അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പല ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് സർവീസ് ചാർജ് എടുക്കുന്നുണ്ട്. സർവീസ് ചാർജ് പോയി കഴിയാൻ നേരത്ത് പലരും നമ്മുടെ പല വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് ഇത്ര രൂപ പോയി എന്നൊക്കെ. പക്ഷെ എന്തിനാണ് ആ ഒരു സർവീസ് ചാർജ് എടുത്തത് എന്ന് കൂടി ആ ഒരു കസ്റ്റമറിനെ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ചാർജ് കൊടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഏതൊക്കെ രീതിയിൽ ഈ ഒരു ബാങ്കിന് നൽകേണ്ടി വരുന്ന സർവീസ് ചാർജ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഒന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ അക്കൗണ്ടിന് ഒരു വേരിയൻ്റ് ഉണ്ടാകും. എല്ലാ ബാങ്കിനും ഒരു ഒറ്റ അക്കൗണ്ട് അല്ല ഉള്ളത്. നമ്മൾ പോയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു അക്കൗണ്ട് വേരിയൻ്റ് ഉണ്ടാകും. സോ ആ ഒരു വേരിയൻ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. എന്നിട്ട് ആ ഒരു വേരിയൻറ്റ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞു അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വേരിയൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൽ ഇപ്പോൾ സെൽഫി അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അങ്ങനെ ഓരോരോ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വേരിയൻ്റ് അനുസരിച്ചാണ് സർവീസ് ചാർജ് വരുന്നതും ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ വേരിയൻറ്റ് മനസ്സിലാക്കി നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിനെ പറ്റി എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, എത്ര രൂപയാണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്, ആവറേജ് മന്ത്ലി ബാലൻസ് ആണോ അല്ലെങ്കിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആണോ കീപ്പ് ചെയ്യേണ്ടത്, അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് എത്രയാണ്, ഇനി ആ ഒരു ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന SMS അലർട്ട് ചാർജ് എത്രയാണ്, ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡെബിറ്റ് കാർഡ് വേരിയൻ്റ് ഏതാണ്, ആ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് എത്രയാണ്. ഇപ്പോൾ ഡെബിറ്റ് കാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് പല വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യും. നമുക്കൊരു പക്ഷേ ആ ഒരു ഡെബിറ്റ് കാർഡ് കൊണ്ട് ഒരു യൂസും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പോയിട്ട് അവരുടെ പ്രീമിയം കാർഡായിരിക്കും കീപ്പ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ 1000 രൂപയൊക്കെ ആയിരിക്കും റിന്യൂവൽ ചാർജായിട്ട് കൊടുക്കേണ്ടി വരിക. നമ്മൾ വർഷത്തിൽ ഒരു തവണയൊക്കെ ആയിരിക്കും ATM വഴി ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടന്നത്. അപ്പോൾ വെറുതെ ആ ഒരു 10,000 രൂപ നമ്മൾ സർവീസ് ചാർജ് കൊടുക്കണം. ആ ഒരു ബാങ്ക് തന്നെ ആനുവൽ ചാർജ് കുറഞ്ഞ വേരിയൻ്റ് കാർഡും ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമ്മുടെ യൂസ് അവിടെ കുറവാണ്. നമ്മൾ 1000 രൂപ റിന്യൂവൽ ഫീസായിട്ട് വരുന്ന കാർഡ് എടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. നമുക്ക് അധികം ഉപയോഗമില്ലെങ്കിൽ ബേസ് വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് എടുത്താൽ മതിയാകും. അതിനൊരു പക്ഷേ 300 രൂപയൊക്കെ ആയിരിക്കും ആനുവൽ ചാർജ് വരുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് കുറക്കാനായിട്ട് സാധിക്കും. ഇനി മിനിമം ബാലൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ബ്രാഞ്ചിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് മിനിമം ബാലൻസിൽ വ്യത്യാസം വരും.
റൂറൽ ഏരിയയിൽ നമുക്ക് മിനിമം ബാലൻസ് കുറവായിരിക്കും. സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ കൂടി കൺസിഡർ ചെയ്യാം. ഇനി ബാക്ക് ടു ബാങ്ക് അക്കൗണ്ടിൻ്റെ ആ ഒരു ചാർജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം നമ്മളുടെ ബ്രാഞ്ച് വഴി എത്ര ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് വാല്യൂ വൈസ് ലിമിറ്റ് ഉണ്ടാകും, നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ വൈസ് ലിമിറ്റ് ഉണ്ടാകും. അത് മനസ്സിലാക്കിയിരിക്കുക. ഇനി ATM ട്രാൻസാക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മാസം എത്ര തവണ സൗജന്യമായിട്ട് ബാങ്കിൻ്റെ സ്വന്തം ATM വഴി ട്രാൻസാക്ഷൻ നടത്താം, അതർ ബാങ്കിൻ്റെ ATM വഴി ട്രാൻസാക്ഷൻ നടത്താം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര രൂപ സർവീസ് ചാർജായിട്ട് ഈടാക്കും. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. മന്ത്ലി ആവറേജ് ബാലൻസ് അല്ലെങ്കിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യേണ്ട അക്കൗണ്ട് വേരിയൻ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ബാങ്ക് തീർച്ചയായിട്ടും പെനാൽറ്റി ചാർജ് ഈടാക്കും. ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുന്നത് ഒരു എമൗണ്ട് അവർ പറയുന്ന ഒരു 1000 രൂപയാണ് മിനിമം ബാലൻസ് എങ്കിൽ 1000 രൂപ ഒരു ദിവസം കീപ്പ് ചെയ്താൽ മതിയാണ്. പക്ഷേ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. മിനിമം ബാലൻസ് അല്ലെങ്കിൽ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് സ്ഥിര വരുമാനമുള്ള ഒരു വ്യക്തിയല്ല, നിങ്ങൾക്ക് എപ്പോഴായിരിക്കും ഫണ്ട് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പലപ്പോഴും അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലം പെനാൽറ്റി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാങ്കിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്ത കാറ്റഗറി അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിലേതെങ്കിലും പരിഗണിക്കാം. സീറോ ബാലൻസ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പല കാറ്റഗറി സീറോ ബാലൻസ് അക്കൗണ്ടുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ് BSBD സ്കീം എന്ന് പറയും. അത് എല്ലാ ബാങ്കിലും ഉണ്ട്. BSBD സ്കീം ആണെങ്കിൽ അതിനകത്ത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ റുപ്പേ വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. ഫ്രീ പാസ്ബുക്ക് ആണ്. നമുക്ക് 25 ചെക്ക് ലീവ്സ് ഒരു വർഷം സൗജന്യമായിട്ട് കിട്ടും. ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം ഇതൊരു ബേസിക് അക്കൗണ്ട് വേരിയൻ്റ് ആണ്. നമുക്ക് 4 ക്യാഷ് വിഡ്രോവൽ മാത്രമേ നമുക്ക് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് ചാർജ് ഈടാകും. സോ ബേസിക് ആയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് മതി. വലിയ രീതിയിൽ ബാങ്കിങ് ട്രാൻസാക്ഷനോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ബാങ്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ BSBD ഓപ്റ്റ് ചെയ്യാം. പക്ഷേ കണ്ടീഷൻ വരുന്നത് വേറെ ബാങ്കിലോ ഒന്നും നമുക്ക് സേവിങ്സ് അക്കൗണ്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. ഇനി നിങ്ങൾക്ക് നിലവിലുള്ള സേവിങ്സ് അക്കൗണ്ട് വേണമെങ്കിൽ BSBD സ്കീമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആവശ്യകതക്ക് മാച്ച് ചെയ്യുന്ന ഒരു അക്കൗണ്ട് വേരിയൻ്റ് ആണെങ്കിൽ ഈ ഒരു BSBD അക്കൗണ്ട് ഓപ്റ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പല ബാങ്കിലും നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് അവൈലബിൾ ആണ്. ഇപ്പോൾ ഫെഡറൽ ബാങ്കിലാണെങ്കിൽ ഫെഡറൽ ബാങ്കിൽ സെൽഫി അക്കൗണ്ട് ഉണ്ട്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ BOB ലൈറ്റ് വേരിയൻ്റ് അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് നമുക്ക് മന്ത്ലി ആവറേജ് ബാലൻസോ കാര്യങ്ങളോ ഒന്നും കീപ്പ് ചെയ്യേണ്ട. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് വേറെ ചാർജ് ഉണ്ടാകും. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ BOB വേൾഡ് ലൈറ്റ് അക്കൗണ്ട് ആണെങ്കിൽ റുപ്പേ വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് കിട്ടും. അതിന് പക്ഷേ 300 രൂപ പ്ലസ് GST ആനുവൽ ചാർജ് വരുന്നുണ്ട്. അത് നമ്മൾ വർഷം കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അത് ഒഴിവാക്കാനും സാധിക്കും. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമ്മൾ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം. മെട്രോ അതുപോലെ തന്നെ അർബൻ ഏരിയയിലാണെങ്കിൽ 3 മാസത്തിൽ ആവറേജ് ബാലൻസ് ആയിട്ട് 3000 രൂപ കീപ്പ് ചെയ്താൽ മതിയാകും. സെയിം അർബൻ ഏരിയയിൽ 2000 രൂപയും റൂറൽ ഏരിയയിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 1000 രൂപയും നിങ്ങൾ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റുപ്പേ വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ നിലവിലെ SBI ഉൾപ്പെടെ പല പൊതുമേഖലാ ബാങ്കുകളിലും മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ നൽകേണ്ടി വരുന്ന പെനാൽറ്റി ചാർജ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. SBI ഓൾറെഡി 2020 മാർച്ച് മുതൽ ഈ ഒരു നോർമൽ റെഗുലർ സേവിങ്സ് അക്കൗണ്ട് വേരിയന്റിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ നിലവിൽ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ പല പൊതുമേഖലാ ബാങ്കുകളിലും നോർമൽ അക്കൗണ്ടിൽ നമ്മൾ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൽറ്റി ചാർജ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അക്കൗണ്ട് വേരിയന്റ് നോക്കണം. നമ്മൾ ഈ ബാങ്കുകളിൽ പോയിട്ട് ഏതെങ്കിലും പ്രീമിയം വേരിയന്റ് അക്കൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. നോർമൽ റെഗുലർ അക്കൗണ്ടിലാണ് ഈ ഒരു ചാർജ് പല ബാങ്കുകളും ഒഴിവാക്കിയിരിക്കുന്നത്. സോ SBIയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും പബ്ലിക് സെക്ടർ ബാങ്കിലോ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ അതുകൂടാതെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടി സീറോ ബാലൻസ് അക്കൗണ്ട് പല ബാങ്കുകളും നൽകുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഫെഡറൽ ബാങ്കിൽ യുവമിത്ര എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്. 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ആ ഒരു 25 വയസ്സ് വരെ അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരിക്കും. ഇനിയിപ്പോൾ കാനറ ബാങ്കിൽ നമുക്ക് കാനറ ആസ്പെയർ എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട്. അത് 17 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ള സ്റ്റുഡൻസിന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന അക്കൗണ്ട് വേരിയന്റ് ആണ്. അപ്പോൾ 28 വയസ്സ് വരെ അത് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നമുക്ക് കാറ്റഗറി വൈസ് ഉള്ള അക്കൗണ്ടുകൾ ഓപ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അധികം ഇടപാടും കാര്യങ്ങളൊന്നും ഇല്ല, കൂടുതലും ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഇപ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്കിലെ കോട്ടക് 811 നോർമൽ റെഗുലർ വേരിയന്റും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രീമിയം വേരിയന്റ് അക്കൗണ്ട് ഉണ്ട്, സൂപ്പർ എന്ന് പറഞ്ഞ്. 2 അക്കൗണ്ട് വേരിയന്റും സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പക്ഷേ നമുക്ക് സൂപ്പർ വേരിയന്റ് അക്കൗണ്ട് ആണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പക്ഷേ ഒരു കണ്ടീഷൻ വരുന്നത് എല്ലാ മാസവും 10000 രൂപ നമ്മളൊരു സിംഗിൾ ട്രാൻസാക്ഷനിൽ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി, അതിനുശേഷം അത് ഉപയോഗിക്കാം. അങ്ങനെ ഒരു കണ്ടീഷൻ മാത്രമാണ് വരുന്നത്. ഇനിഷ്യൽ ഡെപ്പോസിറ്റ് വരുന്നുണ്ട്. നോർമൽ റെഗുലർ അക്കൗണ്ടിൽ 2000 രൂപയും അതുപോലെ തന്നെ സൂപ്പർ വേരിയന്റ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 10000 രൂപയും ഡെപ്പോസിറ്റ് ചെയ്യണം. അതിനുശേഷം അത് ഉപയോഗിക്കാം. വെർച്വൽ ഡെബിറ്റ് കാർഡ് രണ്ടിലും സൗജന്യമാണ്. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നോർമൽ ബേസ് വേരിയന്റ് അക്കൗണ്ട് ആണെങ്കിൽ വിസ ക്ലാസിക്ക് 399 രൂപ പ്ലസ് GST നമ്മൾ ജോയിനിങ് ഫീസും ആനുവൽ ഫീസും കൊടുക്കണം. അതേസമയം സൂപ്പർ വേരിയന്റ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് വിസ പ്ലാറ്റിനം
കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷേ സൂപ്പർ വേരിയൻ്റ് അക്കൗണ്ടിന് ഒരു ആനുവൽ പ്രോഗ്രാം ഫീസ് വരുന്നുണ്ട്. നമ്മൾ വർഷം 499 രൂപ നമ്മൾ അതിനൊരു ചെറിയൊരു ചാർജായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു സൂപ്പർ വേരിയൻ്റ് അക്കൗണ്ടിന് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെബിറ്റ് കാർഡിന് നമുക്ക് 5% ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കോഡക് A11 ഈ ഒരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യാം. കൂടുതലായിട്ട് അറിയാനായിട്ട് ആ വീഡിയോ കാണുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകാം. പിന്നെ കൺസിഡർ ചെയ്യാൻ പറ്റിയ മറ്റൊരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടാണ് സ്ലൈസിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട്. അതും സീറോ ബാലൻസ് അക്കൗണ്ടാണ്. നമുക്ക് അതിനകത്ത് വിർച്വൽ ഡെബിറ്റ് കാർഡ് ഫ്രീ ആണ്. ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് ഇഷ്യൂൻസ് ഫീസ് 299 രൂപയാണ് വരുന്നത്. റിന്യൂവൽ ഫീസ് ഇല്ല. ഈ ഒരു സ്ലൈസിൻ്റെ സേവിങ്സ് അക്കൗണ്ടിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോത്തിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്യാം. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് വരെയാണ്. ഈ രണ്ട് അക്കൗണ്ടൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമുക്ക് ബ്രാഞ്ച് സപ്പോർട്ടൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ സ്ലൈസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓൺലൈൻ ആയിരിക്കും. ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ അക്കൗണ്ട് വേരിയൻ്റൊക്കെ നമ്മളുടെ ഒരു പ്രൈമറി അക്കൗണ്ടായിട്ട് എടുക്കാതിരിക്കുക. നമുക്ക് ഡേ ടു ഡേ ട്രാൻസാക്ഷനൊക്കെ നടത്താനായിട്ട് ഉള്ളൊരു അക്കൗണ്ട് എന്ന രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യുക. സോ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ അക്കൗണ്ട് വേരിയൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്റ്റ് ചെയ്യുക. ഉപയോഗം കുറവാണെങ്കിൽ അതനുസരിച്ച് ബേസ് വേരിയൻറ്റ് ഓപ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബാങ്കിങ് ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതനുസരിച്ച് മന്ത്ലി ആവറേജ് ബാലൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയൻറ്റ് ഓപ്റ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് അതനുസരിച്ചുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പല സർവീസും കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള അക്കൗണ്ട് വേരിയൻറ്റിൽ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. ഇനി ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും എന്തെങ്കിലും ഒരു സർവീസ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനെടുത്തു എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിയുക. ഒന്നുകിൽ നിങ്ങളുടെ ആ ഒരു ബാങ്കിൻ്റെ ഡിജിറ്റൽ പാസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റിമാർക്സിൽ എന്തിനെടുത്തു എന്നുണ്ടാകും. SMS അലർട്ട് അല്ലെങ്കിൽ DC ആനുവൽ ചാർജ്, അങ്ങനെ എന്തിനെടുത്തു എന്ന് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് എന്തിനെടുത്തു എന്ന് ചോദിക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അടുത്ത വട്ടം ആ ഒരു ചാർജ് നൽകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ആയിട്ട് 1000 രൂപയാണ് എടുത്തെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ കുറഞ്ഞ ഏതെങ്കിലും വേരിയൻ്റ് ഡെബിറ്റ് കാർഡ് ആ ഒരു ബാങ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കുറഞ്ഞ വേരിയൻറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് വർഷം അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ 1000 രൂപ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. സോ എന്തിന് ചാർജ് എടുത്തു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ചാർജ് നമുക്ക് കൊടുക്കുന്നത് പലപ്പോഴും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി